ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ പോത്തുംകുണ്ടനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കൊണ്ട് മാത്രമാണ് നമ്മളതിനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞത്, അല്ലാണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ നമുക്ക് ഒരുപാട് കോളുകളൊക്കെ വന്നത് വളരെ ദൂരത്തു നിന്നാണ്. എന്നുവെച്ചാൽ ഇപ്പം ഒരാളെന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വിളിച്ചു, വേറൊരാൾ തൃശ്ശൂരിൽ നിന്ന് വിളിച്ചു, കോഴിക്കോട് നിന്ന് വിളിച്ചു, അങ്ങനെ കൊല്ലത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരുവല്ലയിൽ നിന്നൊരു ചേട്ടൻ വിളിച്ചായിരുന്നു. തിരുവല്ല എന്ന് പിന്നെ വലിയ ദൂരമില്ല, ഡിസ്റ്റൻസ് ഇല്ല, 30 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഈ കൂട്ടത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ ഒരു മാന്നാർ എന്നുള്ളൊരു ചേട്ടൻ വന്നിട്ട് പോത്തിനെ നേരിട്ട് കണ്ടത് അദ്ദേഹം മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ആ ചേട്ടനെ കുറച്ചുകൂടെ വലുപ്പത്തിലുള്ളൊരു പോത്തിനെ, എനിക്ക് തോന്നുന്നു ആ ചേട്ടനെ അറക്കാനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അറക്കാനാണെങ്കിൽ കൊടുക്കത്തുമില്ല എന്ന് പറഞ്ഞു. അതുപോലെ പുള്ളിക്ക് ഇതിലും വലുപ്പമുള്ളതിനെ വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വളർത്താനുള്ളതിനെ മാത്രമേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങ് പോയായിരുന്നു. പിന്നെ ഈ വിളിക്കുന്നവരൊക്കെ അങ്ങ് ദൂരത്തു നിന്നായതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഓരോരുത്തരുടെ സ്ലാങ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറയും എവിടുന്നാണ് ചേട്ടാ വിളിക്കുന്നതെന്ന്. ഡീറ്റെയിൽസ് ചോദിക്കുന്നതിന് മുന്നേ ഞാൻ പറയും എവിടുന്നാണ് വിളിക്കുന്നതെന്ന് പറയും. അപ്പം നമ്മുടെ ഈ പോത്ത് ഉള്ളതെന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിന് അടുത്ത് തൃക്കുന്നപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എന്ന് വെച്ചാൽ അത്രയും ദൂരെ നിന്നൊക്കെ വിളിച്ച് നിങ്ങൾക്ക് ഒരാൾ എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു 4000 രൂപ അടുത്ത് തന്നെ വണ്ടിക്കൂലിയാവും, പിന്നെ എങ്ങനെ മുതലാകാനാന്നൊക്കെ ചോദിച്ചു. അപ്പം നമ്മളിതിന് ചോദിച്ചവർക്കൊക്കെ നമ്മൾ 20 രൂപ 18 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ കൊടുക്കാൻ റെഡിയാണ്. അപ്പം ഇതിനിപ്പം വലിയ വിലയൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. ഒരു 18 രൂപയൊക്കെ കിട്ടിയാൽ നമ്മൾ കൊടുത്തേക്കും പോത്തിനെ. അപ്പം അത്യാവശ്യം നോക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ വിലക്കൊക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ദൂരെ നിന്നുള്ളവരൊക്കെ പരമാവധി വിളിക്കാണ്ടിരിക്കുക. എന്നുവെച്ചാൽ വെറുതെ നിങ്ങൾ ഞാനിപ്പോൾ ഇതിനകത്ത് സ്ഥലവും കാര്യങ്ങളും ഒന്നും മെൻഷൻ ചെയ്യാത്തതുകൊണ്ടായിരിക്കും നിങ്ങളങ്ങനെ വിളിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് അപ്പം നമ്മൾ നമ്മുടെ പോത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുമല്ല ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഡീറ്റെയിൽസും നമ്പർ ഞാൻ ഇട്ടേക്കാം. പിന്നെ മുമ്പ് കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് ഒരു ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടതൊന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വാവച്ചൻ്റെ നമ്പർ തന്നെ ഇട്ടത്. അപ്പോൾ എല്ലാവരും വാവച്ചനെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ നമ്പർ ഡിലീറ്റ് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഓണർ പിന്നീട് പറഞ്ഞതെന്ന് പറയുമ്പം കുറേ ആൾക്കാർ ചെന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരൊക്കെ ചെന്നുകൊണ്ട് പുള്ളിക്ക് പിന്നെയും ഡിമാൻഡായി. പുള്ളി പിന്നെയും കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ആരൊക്കെ 30 രൂപയൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി 50 രൂപ ചോദിച്ചെന്നാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു സുഹൃത്തിനെ കണ്ടപ്പോൾ കക്ഷി എന്നോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനിപ്പോഴേ കൊടുക്കാൻ പുള്ളിക്കും ഉദ്ദേശം കാണത്തില്ല. അത്യാവശ്യം വളർത്താൻ പറ്റിയൊരു കിടാവാന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം മാക്സിമം അടുത്തുനിന്നുള്ള ആൾക്കാർ പോത്തിനെ വാങ്ങാനായിട്ട് വിളിക്കുന്നതായിരിക്കും നല്ലത്. ദൂരെ ഉള്ളവർക്കൊന്നും അത് മുതലാകത്തില്ലല്ലോ, നിങ്ങൾക്ക് വണ്ടിക്കാശൊക്കെ വേണ്ടേ. അപ്പോൾ പിന്നെ നമുക്കിത് പിന്നീട് അപ്പോൾ ഇതിനകത്തൊന്നും കുറച്ച് തരാനൊന്നും പറ്റത്തില്ല. അപ്പം നമ്മുടെ പോത്തുംകുട്ടന് മാക്സിമം ഒരു 18 രൂപ കിട്ടണം.